ഹായ് ഓൾ, ഇന്ന് എൻ്റെ ലസക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ അവളെ ബർത്ത്ഡേ മാംഗ്ലൂർ പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. സാധാരണ അവളെ ബർത്ത്ഡേ കൂടുതലും മാംഗ്ലൂരാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറ്. ഇപ്പോഴാണെങ്കിൽ വെക്കേഷൻ കൂടിയാണല്ലോ. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും കുട്ടികളും ഉമ്മയും നേരെ മാംഗ്ലൂരിലേക്ക് വിട്ടു. അവളെ പപ്പ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല നാട്ടിൽ. അതുകൊണ്ട് ഞങ്ങൾ മാത്രം ഇങ്ങോട്ട് വന്നത്. ബാർബിക് നേഷനിലായിരുന്നു ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നേരെ ഞങ്ങൾ ബാർബിക് നേഷനിലേക്ക് വന്നത്. 2 days മുമ്പ് തന്നെ ഞങ്ങൾ ബുക്കൊക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടില്ല എന്ന് ഷുവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മോന് മുമ്പേ ബുക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ നേരെ ബാർബിക് നേഷനിലെത്തി. റെസ്റ്റോറൻറ്റിനകത്ത് കയറി. കുട്ടികളൊക്കെ ഫുള്ള് ഹാപ്പിയിലാണ്. കാരണം അവർക്ക് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അധികവും ഇവിടെ വരാറുണ്ട്. ഇതേപോലെ ബർത്ത്ഡേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് ഞങ്ങൾ സിസ്റ്റേഴ്സൊക്കെ അധികവും ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ഇതേപോലെ പിന്നൊരു റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട്, ഗോൾഡ് ഫിഞ്ച്. ചിലപ്പോഴൊക്കെ അവിടെയും പോവാറുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ബഫേ ആണ്. പിന്നെ നമുക്ക് ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തത് 12 to 3 o'clock വരെ ആയിരുന്നു. കാരണം ലഞ്ചായിരുന്നു ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അതേപോലെ ലഞ്ച്, പിന്നെ ഡിന്നർ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് ലഞ്ച് കഴിക്കാനായിട്ടാണ്. അപ്പോൾ അവർ ടൈമൊക്കെ പറഞ്ഞായിരുന്നു 12 to 3 o'clock വരെ. ഒരുപാട് ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ആദ്യം തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. കാരണം പിന്നെ കഴിച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ അധികവും എല്ലാം കാലിയായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നും കാണാനൊരു ഭംഗിയും ഉണ്ടാവില്ല. ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇവിടുത്തെ ഫുഡിങ്, ഇങ്ങനത്തെ ഈ ഡെസേർട്ടൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഫുഡാണെങ്കിൽ പിന്നെ പറയണ്ട, ചൂട് ഫ്രഷോടെയാണ് അവർ തരാറ്. ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുക അങ്ങനത്തെ ഒന്നും പരിപാടി അവിടെ ഇല്ല. ചൂടോടെ നമുക്ക് ബാർബിക്ക്, അതേപോലെ എന്ത് വെജ് വേണമെങ്കിലും നോൺ വെജ് വേണമെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട്. ഫിഷും അങ്ങനെ ചിക്കന്, മട്ടന്, ബീഫ് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ആദ്യം ഇവർ തരുന്നത് ഫുള്ള് ബാർബിക്ക് ചിക്കനൊക്കെയാണ്. അടിപൊളി ടേസ്റ്റാണ്. കബാബ് കാര്യങ്ങളൊക്കെ തരും. അത് അവർ ചോദിക്കും തരുന്നതിന് മുമ്പ് വെജ് ആവോ അല്ലെങ്കിൽ ചിക്കനാ ഫിഷാന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവർ ഓരോന്ന് കൊണ്ടു തന്ന് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടുണ്ടാവും. അതും ചൂടോടെയാണ്. ഇങ്ങനെ മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല. അങ്ങനെ ഞാനും കുട്ടികളും ഞങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ ലസ പാനിപ്പൂരിയൊക്കെ പോയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. വെറും ചിക്കന് ഇതുപോലത്തെ ഒന്നല്ല. പക്ഷെ ഞങ്ങൾ കൂടുതൽ കഴിക്കാറ് ഇതേപോലെ കബാബൊക്കെയാണ്. അതാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. പനീർ കബാബ്, അതേപോലെ പൈനാപ്പിള്, പിന്നെ ചിക്കന്, ചെമ്മീൻ, ഇതൊക്കെ എന്തൊരു ടേസ്റ്റാണ്. ഇത് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഇവരത്. പിന്നെ എന്തൊക്കെ ഞങ്ങൾ പോയ ആ ദിവസം എക്സ്ട്രാ എന്തൊക്കെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റൈസ് കാര്യങ്ങൾ അതും ഉണ്ട് വേണമെങ്കിൽ. ഞങ്ങൾ റൈസൊന്നും ആദ്യം എടുത്തില്ല. ഇത് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമായിക്കൊണ്ട് ആദ്യം ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. ബബ്ബൂസ് ഫുള്ള് ഹാപ്പിയിലാണ്. ബബ്ബൂസ് എല്ലാം എടുത്ത് പ്ലേറ്റിലിടും, പക്ഷെ ഒന്നും കഴിക്കൂല. അവസാനം എൻ്റെ പ്ലേറ്റിലേക്ക് അവൾ ഇട്ട് തരും. ആദ്യം ഞാൻ ഇവരെ കൂടെ കഴിക്കാനൊന്നും ഇരുന്നില്ല. ഞാൻ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടുള്ളത്. ഇവരൊക്കെ എല്ലാം കഴിക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്റർ വിളിച്ചുകൊണ്ടുണ്ട്, ദീദി കഴിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിക്കും, ഞാൻ വീഡിയോ എടുത്ത് അവസാനം കഴിക്കാമെന്ന്. അങ്ങനെ ഉമ്മയും കുറച്ചൊക്കെ കഴിച്ചു. ഉമ്മക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. ഉമ്മ കൂടുതൽ വെജാണ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കഴിക്കാറ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ കുറച്ച് ഫിഷൊക്കെ കഴിച്ചു. പിന്നെ ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മളെ കാസർഗോഡുകാർ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതേപോലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അവിടെ നമുക്ക് സപ്ലൈ ചെയ്യുന്നവരൊക്കെ നല്ലൊരു ആൾക്കാരാണ്. നല്ല പോലെ നമുക്ക് അവർ ട്രീറ്റ് ചെയ്തു. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അവർ ചോദിച്ചുകൊണ്ടുണ്ടായിന്. പക്ഷെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറയാനില്ല, അത്രയും ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ, ഇനി എത്ര ഫുഡ് ഉണ്ടെങ്കിലും. ഇത് ടൈമിങ് 3 hours ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്ലോയിലായിട്ടാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടുണ്ടായത്. പെട്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ അവിടെ പോയത്. അങ്ങനെ എന്തൊക്കെ അവർ കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു. അന്നാണെങ്കിൽ എക്സ്ട്രാ എന്തൊക്കെ അവരെ ഒരു ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു. ബബ്ബൂസ് അവിടുന്ന് എന്തെല്ലോ പറയുന്നുണ്ട്. ബബ്ബൂസ് ആദ്യം കുറച്ചൊക്കെ കഴിച്ച് പിന്നെ അവൾ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ലസാക്കാണെങ്കിൽ അവൾക്കും അടുത്തു. അങ്ങനെ അവൾ പാനിപ്പൂരി കഴിച്ചിട്ട് എണീച്ചു. ഷിസമോളും അല്ലൊക്കെ ഡെസേർട്ട് എടുത്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയിൽ ലസ വന്ന് എനിക്ക് ഉമ്മക്ക് തരുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്ന സമയത്ത്. പിന്നെ കേക്ക് ഒക്കെ കട്ട് ചെയ്യാനുണ്ട്, അതൊക്കെ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അവരാദ്യം പോയിട്ടാമെന്ന് ചോദിച്ചായിരുന്നു. കേക്കിൻ്റെ പേരൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പേരൊക്കെ അങ്ങ് കൊടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഉണ്ടായിന്. ഞാൻ പിന്നെ ഫോട്ടോസ് എടുത്തതിന് ശേഷമാണ് കഴിക്കാൻ ഇരുന്നത്. ഇവരൊക്കെ ആണെങ്കിൽ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർ സ്വീറ്റ്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനും അവരുടെ കൂടെ അവസാനമാണ് ഇരുന്ന് കഴിക്കാനിരുന്നത്. എന്നിട്ട് അവരും എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കാണ്ടെന്ന് വിചാരിച്ച് സംസാരിച്ചുകൊണ്ടും കഴിച്ചുകൊണ്ടും ഉണ്ടായിന്. ലസ അങ്ങോട്ട് പോയിട്ട് എന്തോ മധുരമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് മമ്മക്ക് ഇത് വേണം അത് വേണം എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിന്. പിന്നെ സാധാരണ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എൻ്റെ ബാക്കി സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അവരൊന്നും ഇല്ല, എല്ലാവരും ദുബൈയിലും ബഹ്റൈനിലൊക്കെ പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സിസ്റ്റർ മാത്രം ഇങ്ങോട്ട് വന്നത്. ലിദാഫിനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവന് നല്ലോണം കഴിക്കുന്നുണ്ടായിന്. അവനക്ക് ചിക്കനും പറഞ്ഞാലോ ഇങ്ങനത്തെ കബാബ് കാര്യങ്ങൾ ഇതൊക്കെ ഭയങ്കര ബാർബിക്യൂ ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. സാധാരണ ഞങ്ങൾ അങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെ എല്ലായിടത്തും വരാറില്ല. ഈ ബാർബിക്യൂ നേഷൻ എന്ന് പറയുമ്പോഴേക്ക് പെട്ടെന്ന് അവർ റെഡിയായിട്ട് വന്നിന്. പിന്നെ ബബ്ബൂസ് അവിടെ ബലൂണിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവർ ബലൂണൊക്കെ കുട്ടികളെ കാണുമ്പോൾ ഊതിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികളും അവർ നല്ലോണം കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടതൊക്കെ ചോദിച്ചിട്ട് ഫുഡായാലും അതേപോലെ ബലൂണ് അങ്ങനെ എന്തൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ആൾക്കാരാണ് അവിടെ സെർവ് ചെയ്യുന്നതൊക്കെ. നല്ല ക്യാരക്ടറും എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഇത് പനീറാണ്. ലസ അവസാനം പനീർ വേണമെന്ന് പറഞ്ഞിട്ട് പനീർ കഴിക്കുന്നുള്ളത്. അവൾക്ക് അത് പനീർ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് നല്ല എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാധാരണ പനീറൊക്കെ ഉണ്ടാക്കി പനീർ കറി ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വേറെ വെജ് ഒന്നും അവർക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷെ പനീർ നല്ലോണം കഴിക്കും. ഉമ്മ പാവ ഇവിടെ വെജ് മാത്രം കഴിക്കുന്നുള്ളത്. ചോറും സലാഡും അങ്ങനെ പനീർ കറിയൊക്കെ കൂട്ടിയിട്ട് ഉമ്മ ചോറ് കഴിക്കുന്നുള്ളത്. ഉമ്മക്ക് അങ്ങനെ നോൺ വെജ് ഒന്നും കൂടുതൽ ഇഷ്ടമില്ല. പുറത്ത് പോയാൽ കഴിക്കാറേ ഇല്ല. ഇന്ന് പക്ഷെ ഞങ്ങൾ കുറേ നിർബന്ധിച്ചപ്പോൾ ഉമ്മ കുറച്ച് ഫിഷൊക്കെ എടുത്തിട്ട് കഴിച്ചു. പിന്നെ എൻ്റെ സിസ്റ്റർ പിന്നെ അവൾക്ക് അങ്ങനെ ഒരുപാടൊന്നും അവൾ കഴിക്കില്ല. പക്ഷെ ഇവിടെ വന്നാലും കുട്ടികളെ പോലെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കബാബ് കാര്യങ്ങളൊക്കെ. അവൾക്ക് നല്ലോണം ഇഷ്ടമാണ്. സ്വീറ്റ്സ് അതൊക്കെ അവളും നല്ലോണം കഴിച്ചു. അങ്ങനെ കുട്ടികളും അവരൊക്കെ ബലൂണിൽ അവിടെ കളിച്ചുകൊണ്ടുണ്ട്. ലസ ഇവിടെ വന്നിട്ട് ഇരുന്ന് അവൾക്ക് കുറേ ഓടിയിട്ട് മടുത്തെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാനും ലസവും വാഷാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് എണീച്ചു. ഷിസൊക്കെ നേരത്തെ ഫുഡ് മതി എന്ന് പറഞ്ഞിട്ട് എണിച്ചിട്ട് പോയിട്ട് അപ്പുറം ഇരുന്നിട്ട് കളിക്കുന്നുണ്ടായിന്. പിന്നെ ഞങ്ങൾ ഒരുപാട് കഴിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. എത്ര ഫുഡ് ഉണ്ടെങ്കിലും പറ്റുന്നത്ര കഴിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിശന്നാൽ വീണ്ടും കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും വെറുതെ ഇരുന്നു. പിന്നെ 3 മണി വരെ ഇരിക്കാമെന്ന് വിചാരിച്ച്
പേ ചെയ്തിട്ടൊക്കെ വന്നതല്ല. ഒരാൾക്ക് 1030 റുപ്പീസ് വെച്ചിട്ട് അവർ വാങ്ങിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ നേരെ പകുതി അതിൻ്റെ 500 അങ്ങനെ എത്രയോ ആകുന്നത്. നല്ലൊരു എമൗണ്ട് ആയിരുന്നു. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നല്ലോ. പിന്നെ അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ്, ഡെസേർട്ട് എല്ലാം നല്ല ഇഷ്ടമായി. ഇത് കാസർഗോഡത്തെ ഒരു ഫാമിലിയാണ്. അവരുടെ ആദ്യം ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്ക് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എടുക്കുന്നില്ല, പക്ഷെ അവർ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല എടുത്തോ എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അവരെ വീഡിയോ കൂടി എടുത്തു. ലസ കട്ട്ല അങ്ങനെ എന്തോ എടുക്കുന്നുണ്ട് പോയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസൊക്കെ വീഡിയോയും ഇടയിൽ ഫുഡും അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ടൈമൊക്കെ പോയി കിട്ടണമല്ലോ. ലസ ഡെസേർട്ടിൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും നിന്നു. ഞാൻ നേരത്തെ എടുക്കുമ്പോൾ ഫുള്ളുണ്ടായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ കാലിയായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ എന്തായിട്ടും കാണണം. കാരണം നിങ്ങൾക്കും ഇതുപോലെ ബർത്ത്ഡേ മറ്റു ബിരുന്നൊക്കെ അവിടെ പോയിട്ട് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നിങ്ങൾക്കും പോകാമല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടാലല്ലേ നിങ്ങൾക്കിത് റെസ്റ്റോറൻറ്റും അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഞാൻ അവസാനം ഫുഡും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടുണ്ട്. കാരണം റൈസൊക്കെ കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല, വേറെ ഫുള്ളാണ്. ഓൾറെഡി എൻ്റെ വേറെ ഫുള്ളായിട്ടുണ്ടായിന്. പക്ഷെ എല്ലാ ഐറ്റംസും ഉണ്ട്. വേണോ വേണ്ടതെന്നൊരു കൺഫ്യൂഷനിൽ നമ്മൾ അവിടെ എത്തിയാൽ എല്ലാം വേണമെന്നുണ്ട്. പക്ഷെ വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ, എല്ലാം ഒന്നിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അങ്ങനെ ഇഷ്ടമുള്ളത് മാത്രം കുറച്ച് എടുത്ത് ഞാനും കുട്ടികളും എല്ലാവരും സിസ്റ്ററായാലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത് കുറച്ച് എടുത്തിട്ട് ഞങ്ങൾ കഴിച്ചു. ഉമ്മൊക്കെ ഫുഡ് കഴിച്ച് അവിടെ മിണ്ടാത്തിരിക്കുന്നുള്ളത്, ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. കുട്ടികൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ ജസ്റ്റ് അതൊന്ന് എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. ഞാനിവിടെ കുറച്ച് സലാഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളത്. ഒരുപാട് ഐറ്റംസ് സലാഡ് ഉണ്ടായിരുന്നു. എന്തൊക്കെ സ്വീറ്റ്സ്, നമുക്ക് സ്വീറ്റ്സ് സലാഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. അതൊക്കെ നമുക്ക് പിന്നെയും കഴിക്കാൻ പറ്റുമല്ലോ, റൈസൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ഞാൻ മട്ടൻ കറി സലാഡൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ലസയുടെ സ്വീറ്റ്സൊക്കെ കൊണ്ടുവച്ച് തന്നു. അമ്മ പോവാൻ മടിയാണെങ്കിൽ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവളെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റണ്ടേ, ഓരോ സ്പൂൺ ഇങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നു. അവസാനം നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും വേണമെന്ന് കൊതിയാവുന്നു. പക്ഷെ ആ സമയത്തൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവർ കേക്കൊക്കെ കൊടുന്ന് ഇവിടെ ടേബിളിൽ വെച്ച് അറേഞ്ച് ചെയ്തു. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവരൊരു പാട്ടൊക്കെ ഉണ്ട്, ഞാൻ അപ്പുറത്തെ ടേബിളിൽ കണ്ടായിരുന്നു. അങ്ങനെ അവരെ ഞാൻ വിളിച്ചു കേക്ക് കട്ട് ചെയ്യാൻ ആവുന്ന സമയത്ത്. അങ്ങനെ അവർ വന്ന് ബാക്ക് നിന്ന് അതിനൊക്കെ റെഡി ആയിട്ട് നിന്നു. എന്നിട്ട് അവർ ക്ലാപ്പൊക്കെ അടിച്ചിട്ട് എന്തൊക്കെ പാട്ട് പാടുന്നുണ്ട്. അത് ഞാൻ ഇതിൽ ഒന്ന് ജസ്റ്റ് കാട്ടിക്കാം. അടിപൊളി പാട്ടായിരുന്നു അവർക്ക്. ആ സമയത്ത് ലസമോളിവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വായിൽ വെച്ച് തരുന്നുണ്ട്. അപ്പോൾ ബബ്ബൂസും വായി കാട്ടി ബബ്ബൂസിനെടുത്ത് കൊടുത്തു. ഷിസാണെങ്കിൽ ഓടിപ്പോയി അങ്ങോട്ട്, അവൾക്കൊന്നും വേണ്ടാന്നുണ്ട് അത്ര, അവൾക്ക് വേറെ ഫുള്ള്. അതിന് ശേഷം അവരെ മാനേജർ ആരോ വന്ന് ലസമോൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. അത് കിട്ടിയിട്ട് നമുക്ക് ലസക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം കുട്ടികൾക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്തും ഇല്ലല്ലോ മനസ്സിൽ. എൻ്റെ സിസ്റ്ററാണെങ്കിൽ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു. അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വന്നത്. അങ്ങനെ ലസമോൾ ഈ ഗിഫ്റ്റ് കയ്യിലെടുത്ത് ഓപ്പൺ ചെയ്യട്ടെ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ചെയ്യാം, പക്ഷെ അവൾ അപ്പം തന്നെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ എടുത്തായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൽ ഓരോന്നായിട്ട് കാട്ടിക്കുന്നുള്ളത്. പോയ മുതൽ എടുത്ത ഓരോരോ ഫോട്ടോസാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതേപോലെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടുണ്ടായിന്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ദിവസം അടിപൊളിയായിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ പുറത്ത് പോകലും ഫുഡ് കഴിക്കലും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഇവരൊക്കെ നല്ല ഫുള്ള് ഹാപ്പിയിലായിരുന്നു അന്ന് ഫുള്ള്.
അങ്ങനെ ലത ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് അതിലൊക്കെ എഴുതുന്നുണ്ടായിരുന്നു എന്തൊക്കെ പേരും കാര്യങ്ങളൊക്കെ. നല്ലൊരു ഗിഫ്റ്റായിരുന്നു അത്. അവൾക്ക് വേണമെന്ന് പറയുന്ന സാധനം തന്നെ അവൾക്ക് കിട്ടിയ അവസാനം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലും കേക്ക് കട്ടാക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് റെസ്റ്റോറൻറ്റ് കഴിച്ചിറങ്ങി. എല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ നല്ലോണം ടയർഡായിരുന്നു, പുറത്തിറങ്ങി വേറെ ഫുള്ളായിട്ട്. പിന്നെ വേറെ അവസാനം ഞങ്ങൾ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് മാംഗ്ലൂരിൽ നിന്ന് കാസർഗോഡിലേക്ക് വിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും